ആദിവാസികൾ തന്നെയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ആ കൃഷിത്തോട്ടം കണ്ടാൽ നമുക്കറിയാം. കഞ്ചാവ് കൃഷിക്ക് എക്സ്പേർട്ട് ഇടുക്കിക്കാരാണ്. അത് 6 മാസം കൊണ്ട് ഒരു കഞ്ചാവ് ചെടിയിൽ നിന്ന് 1.5 കിലോ 2 കിലോ വിളവ് കിട്ടും. നശിപ്പിക്കുന്നത് വെട്ടിയിട്ട് കൂട്ടിയിട്ട് മണ്ണിന് വെച്ച് തീർത്തും വെച്ച് അതിൻ്റെ പുക ശ്വസിച്ചാൽ കൂടെ നമ്മൾ കിക്കാവും. പക്ഷെ അവരുടെ കൃഷി ചെയ്തെടുക്കുന്ന കഞ്ചാവുകൾ ക്വാളിറ്റി കുറവാണ്. ഇടുക്കിക്കാർ വന്ന് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ നമുക്ക് കണ്ടറിയാം. അവരതിന് അടിമയായിപ്പോയി. വെള്ളച്ചോല വരുന്ന ഉൾക്കാടുകളിൽ അവർ വാറ്റും. അവർ വാറ്റുന്നത് മിക്കവാറും ശർക്കരയുണ്ടല്ലോ, ശർക്കര മരത്തിൻ്റെ തോല് അതൊക്കെ വെട്ടിയിട്ടിട്ട് അത് പുളിപ്പിച്ചെടുത്തിട്ട് അമൃതാണ് ശരിക്കും അത് ഇട്ട് പുളിപ്പിക്കും. വാറ്റിയെടുക്കാൻ ധാരാളം വെള്ളം വേണം. ഞാൻ പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടിരിക്കുന്ന ആൾക്കാർ അവർ സ്ത്രീയും ഉണ്ടാവും പുരുഷനും ഉണ്ടാവും. ഫോറസ്റ്റുകാരുടെ ഭാഷ പറഞ്ഞാൽ അവിടുന്ന് വല്ല മരങ്ങളോ വല്ലതും മുറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൂശ കൊണ്ടിട്ട് കൊടുക്കും. വ്യാജവാറ്റല്ലാതെ അട്ടപ്പാടിയിൽ കഞ്ചാവ് കൃഷി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഏത് മേഖലകളാണ്, ഇത്തരത്തിലുള്ള രീതികളാണ് അവർ പിന്തുടരുന്നത്? അട്ടപ്പാടിയിൽ അവർ ആദിവാസികൾ തന്നെയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ആ കൃഷിത്തോട്ടം കണ്ടാൽ നമുക്കറിയാം. ആദിവാസികളല്ല, പുറത്തുനിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം ഉദാഹരണം ഈ കഞ്ചാവ് കൃഷിക്ക് എക്സ്പേർട്ട് ഇടുക്കിക്കാരാണ്. ഇടുക്കിക്കാർ വന്ന് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ നമുക്ക് കണ്ടറിയാം. അവരുടെ അവിടെയുള്ള കൃഷി രീതികൾ, ഇറിഗേറ്റിംഗ് പർപ്പസ്, പിന്നെ വളപ്രയോഗം, ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇതിന് പിന്നിൽ ആരാണെന്നുള്ളതിനെപ്പറ്റി ശരിക്കും നമുക്കറിയാൻ പറ്റും. ഒരു കൃഷി രീതി കണ്ടാൽ ഏത് ജില്ലക്കാരാണെന്ന് നമുക്ക് തിരിച്ചെടുക്കാം. അത്രയ്ക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യും, നല്ല പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളർത്ത കാണണം. അത് 6 മാസം കൊണ്ട് ഒരു കഞ്ചാവ് ചെടിയിൽ നിന്ന് 1.5 കിലോ 2 കിലോ വിളവ് കിട്ടും. അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾ ഈ ആനവായൂരിൽ നിന്നൊരു 5 കിലോമീറ്റർ ഉള്ളിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു കഞ്ചാവ് തോട്ടം കണ്ടുപിടിച്ചു. കഞ്ചാവ് തോട്ടം കണ്ടുപിടിച്ചിട്ട് ആ സൈറ്റ് ഒന്ന് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ISROയിൽ നിന്ന് 2 ശാസ്ത്രജ്ഞന്മാർ വന്നത്. അതെന്ത് പർപ്പസിനാണ്? അത് സാറ്റലൈറ്റ് മുഖാന്തരം ഈ തോട്ടം കണ്ടുപിടിക്കാമെന്നുള്ളത്. അങ്ങനെയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ISROയിൽ നിന്ന് ആൾക്കാർ, സയൻറ്റിസ്റ്റുകൾ വന്നു. അവരെ വിളിച്ചു വരുത്തി. കോയമ്പത്തൂരിൽ നിന്ന് ഒരു പ്ലെയിൻ ഇവിടുന്ന് വന്നത്, ഹൈദരാബാദിൽ നിന്ന്, ശ്രീഹരിക്കോട്ടയിൽ നിന്നും കണ്ട വന്നത്. ഞാനാണ് അവരെ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് ഈ സൈറ്റിൽ നടത്തിക്കൊണ്ടുപോയി. അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ 2 ദിവസത്തോളം ബാക്കിയുള്ള സ്റ്റാഫ് അവിടെ കാവൽ കടന്നു. അന്ന് ഞങ്ങളുടെ കൂടെ ജോസ് സാർ എന്ന് പറഞ്ഞൊരു റേഞ്ച് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ ഞങ്ങൾ ആ സൈറ്റിൽ കാവൽ കടന്നിട്ട് അത് 2 ഏക്കറോളം തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാവൽ കടന്നിട്ട് ഈ 2 സയൻറ്റിസ്റ്റുകൾ വന്നിരുന്നു. സയൻറ്റിസ്റ്റുകൾ വന്ന് അവർ സ്പോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിന് GPS ഒക്കെ മാർക്ക് ചെയ്ത് നോക്കി. പിന്നെ നോക്കിയപ്പോൾ സാറ്റലൈറ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് 2 ഏക്കറിൽ കുറഞ്ഞാൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. സാറ്റലൈറ്റിൽ 2 ഏക്കറിൽ കൂടുതലാണെങ്കിൽ സാറ്റലൈറ്റ് അതിനെ കണ്ടുപിടിക്കാൻ പറ്റും. 2 ഏക്കറിൽ കുറഞ്ഞാൽ അത് പറ്റില്ല. 2 ഏക്കർ പോലും ഒരു സ്പോട്ടായിട്ട് നമുക്ക് കാണാനേ പറ്റുള്ളൂ എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ട് പോരുകയത്. 4 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. ഇതെങ്ങനെയാണ് നശിപ്പിക്കുന്നത്? വെട്ടിയിട്ട് കൂട്ടിയിട്ട് മണ്ണിന് വെച്ച് തീർത്തും. മണ്ണും വിറവും ഒക്കെ ഇട്ടിട്ട് തീ വെച്ച് അതിൻ്റെ പുക ശ്വസിച്ചാൽ കൂടെ നമ്മൾ കിക്കാവും. തലവേദനയൊക്കെ ഉണ്ടാവും നമുക്ക്. അത്ര സുഖമുള്ള പണിയല്ല. തലവേദന ഉണ്ടാവും. ബൾക്കായിട്ടുള്ള നമുക്ക് പറിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം. പറിച്ചാൽ തന്നെ നമുക്ക് ഒരു അസ്വസ്ഥത വരും. ഇത് വെട്ടിയിട്ട് കൂട്ടി കത്തിക്കുക സാറിന് ചെയ്യാറ് പതിവ്. എന്നിട്ട് തെളിവ് നമ്മൾ ശേഖരിക്കണം. നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് കേസ് ബുക്ക് ചെയ്യും. അല്ല, ഇത്ര ഒരു കഞ്ചാവ് തോട്ടം സേസ് ചെയ്തിട്ടുണ്ട്, അത് നശിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മാസ്റ്റർ എഴുതും. ഇത്ര ചെടികൾ, അതായത് ഒരു 2000 ചെടി ഉണ്ടെങ്കിൽ സുമാർ 2000 ചെടികൾ ഇത്ര പ്രായം, അതായത് ഒരു മാസം മുതൽ 5 മാസം വരെ പ്രായമുള്ള ഇത്ര ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചു എന്നുള്ളതിനെ പറ്റി ആ സ്ഥലം ഏതാണെങ്കിൽ ആ വിവരം പോലും. അതുപോലെ തന്നെ ഈ അട്ടപ്പാടിയിലെ ലോക്കൽസ് കൃഷി ചെയ്യുന്ന രീതി, ലോക്കൽസ് എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിയുള്ള ആദിവാസികളും വേറെയുള്ള പുറത്തുള്ള ആൾക്കാരും കൃഷി ചെയ്യുന്നത്. അവരുടെ കൃഷി എന്ന് പറഞ്ഞാൽ അവർ സ്വന്തം ഉപയോഗം എന്നൊക്കെ പറയും. സ്വന്തം ഉപയോഗത്തിന് പറയുമെങ്കിലും തരം കിട്ടിയാൽ പുറത്ത് കൊടുക്കും. പക്ഷെ അവരുടെ കൃഷി ചെയ്തെടുക്കുന്ന കഞ്ചാവുകൾ ക്വാളിറ്റി കുറവാണ്. ക്വാളിറ്റിയൊക്കെ വ്യത്യാസമുണ്ട്. ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. കാര്യം എന്താ വെച്ചാൽ അവർ വേണ്ട വലിയ വളമൊന്നും ചെയ്യില്ല. ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ന് ഞങ്ങളൊക്കെ റേഡിന് പോകുന്ന കാലത്തൊക്കെ ക്വാളിറ്റി കുറവാണ്. അവരുടെ കൃഷി കണ്ടാൽ നമുക്കറിയാം. അതിന് വലിയ വളമൊന്നും കിട്ടില്ല. ഒരു 1/2 കിലോ 3/4 കിലോ വളവ് കിട്ടുന്ന ചെടികളായിരിക്കും. മറ്റേ നന്നായിട്ട് വളമൊക്കെ ഇട്ട് നല്ല ഇറിഗേഷനൊക്കെ നടത്തി വിട്ടിരുന്ന കഞ്ചാവ് ചെടികളൊക്കെ 1.5 കിലോ 2 കിലോ ഒക്കെ മാക്സിമം ഇടുക്കിക്കാരായിരിക്കും അവരെ അതിന് എക്സ്പേർട്ട്.
അത് സമയാസമയങ്ങളിൽ അവർ വേണ്ട വളവും ചെയ്യും, വെള്ളം ഒന്ന് ഒഴിച്ച് നനച്ച് നീറ്റാക്കി എടുക്കും. അങ്ങനെയാണ് അവർ കൾട്ടിവേഷൻ നടത്തുന്നത്. പൊതുവേ ആരെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് തരികയാണെങ്കിൽ, ഒരു കഞ്ചാവ് തോട്ടം കാണിച്ചു തരാം, അല്ലെങ്കിൽ ഒരു അവിടെ ചന്ദനം വെട്ടുന്നുണ്ട് അത് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഒരാളെ ഒറ്റയ്ക്ക് വിളിച്ചാൽ സാറിന് നമ്മൾ ഒറ്റയ്ക്ക് ആ കൂടെ ഒന്നും പോകുന്നതിന് ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. നമ്മൾ ആരെങ്കിലും ഒരാളോട് കാര്യം പറയും, ഞാൻ ഇന്നടത്ത് പോവുകയാണ്, നമ്മൾക്ക് വിശ്വസ്തമായിട്ടുള്ള ഒരാളോട് അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമുള്ളവർ അങ്ങനെ ഒരാളോടും കൂടെ പറഞ്ഞിട്ട് പോകുള്ളൂ. എന്തെങ്കിലും ഒരു വിവരം നമുക്ക് ഒന്ന് പാസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് വേണ്ടി പറഞ്ഞിട്ടേ വളരെ ഒറ്റയ്ക്കല്ല പോകാറില്ല. ഇങ്ങനെയുള്ള ഇത്ര റിസ്ക് എടുക്കാറില്ല നമ്മൾ. ഇങ്ങനെ നമ്മുടെ ഈ കാട്ടിൽ ചന്ദനമരം വെട്ടുന്നുണ്ട്, കഞ്ചാവ് കൃഷി ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇൻഫോമർമാർ ഒരുപാടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവരെ ഈ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ആക്രമിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടില്ലേ? സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് പോരെന്ന് ഞാൻ പറഞ്ഞു. ഇവർ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുക അവർ. നമുക്കിപ്പോൾ അവരെ ഫേസ് ടു ഫേസ് കണ്ടാൽ ചിലപ്പോൾ അറിയണമെന്നില്ല. അല്ലെ അത്ര ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിവുള്ളവരൊക്കെ ആയിരിക്കണം. അതിപ്പോൾ ഒരു പ്രാവശ്യം കാണുന്ന ഒരാളെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കില്ല. ഒന്നത്. രണ്ടാമത് നമ്മൾ ഫേസ് ടു ഫേസ് കണ്ടെങ്കിൽ നമുക്കൊരാളെ അത് ഓർമ്മ നിൽക്കുകയുള്ളൂ. ഇതിപ്പോൾ അവരെന്തെങ്കിലും ചന്ദന മരം മുറിക്കാൻ വരിക, അവരവിടെ തൊഴിൽ ചെയ്യല്ലേ, നമ്മൾ ശരിക്കും അവർ ഫേസ് ടു ഫേസ് നമ്മൾ കാണുകയല്ല ചിലപ്പം. അല്ലെ ഒരു ഫ്ലാഷ് പോലെ കാണുകയുള്ളൂ. അവനെ ഇപ്പോൾ പിടിക്കുക, നമ്മളങ്ങോട്ട് അവൻ്റെ കയ്യിൽ ആയുധം ഇരിക്കുന്ന വിധത്തിൻ്റെ പെട്ടെന്ന് നമുക്ക് പിടിക്കാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് വേറെ ആയുധങ്ങളൊന്നുമില്ല, നമ്മുടെ അടുത്ത് ലാത്തി മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ് പിടിക്കുന്നത്, അത് റിസ്ക്കുമാണ്. അട്ടപ്പാടി എന്ന് പറയുമ്പോൾ അതിനകത്ത് മദ്യനിരോധിത മേഖലയാണ്. അപ്പോൾ ഇവിടെ ഈ വ്യാജവാറ്റൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ? വ്യാജവാറ്റ് ഈ ആദിവാസി ഊരുകളിലാണ് നടക്കുന്നത്. അവർക്കുള്ള പ്രത്യേക പ്രിവിലേജ് വെച്ചിട്ട് അവർ വ്യാജവാറ്റ് നടത്തുന്നതാണ്. ഫോറസ്റ്റ് ഏരിയയിൽ ഇവർ കയറി വാറ്റും, വെള്ളമുള്ള ഏരിയയിൽ. ആദിവാസികളാണ് മിക്കവാറും ഉള്ളവർ. അവിടെ പിന്നെ നാട്ടുവാസികൾ വരുന്നില്ല. നാട്ടുവാസികൾ വരുന്ന അതിൻ്റെ ബാക്കിയുള്ള ഏരിയയിലൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ ഫോറസ്റ്റ് ഏരിയയിൽ അങ്ങനെ നാട്ടുവാസികൾ വരാറില്ല. അപ്പോൾ ആദിവാസികൾ തന്നെയുള്ളൂ. ഇവർക്കൊരു പ്രിവിലേജ് ഉണ്ട്. അവർക്ക് പ്രിവിലേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരതിന് അടിമയായിപ്പോയി മദ്യത്തിന്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒന്നെങ്കിൽ ഇതാകും, അല്ലെങ്കിൽ അവർ കഞ്ചാവ് കൃഷി ചെയ്യും. അവർക്ക് എന്തെങ്കിലും ലഹരി കിട്ടണം. ലഹരി കിട്ടിയെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അതുകൊണ്ട് എന്താണ് ഈ സർക്കാരോടെ ഈ കേരള സ്റ്റേറ്റ് ബ്യൂറേജ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവരാത്തത്? ഇവിടെ ബ്യൂറേജ് വന്ന് ഈ ഇവിടുത്തെ ഈ മദ്യദുരന്തവും അങ്ങനെയുള്ള, പിന്നെ ഇവരുടെ ജീവിത നിലവാരം മോശമായിരിക്കും. ഇപ്പോൾ അട്ടപ്പാടിയിൽ മദ്യനിരോധനം വന്നതുകൊണ്ട് അവർക്ക് വലിയ മെച്ചമൊന്നും കിട്ടുന്നില്ല. മദ്യനിരോധനം വന്നതുകൊണ്ട് ഇല്ലെങ്കിൽ അവരിവിടെ മണ്ണാർക്കാട് വന്ന് മേടിച്ചു പോകും. അല്ലാത്ത മകനിൽ എത്ര റെയ്ഡ് ചെയ്താലും അട്ടപ്പാടിയിൽ ഉള്ള ആൾക്കാർ ഒന്നെങ്കിൽ അവർ ആനകട്ടിയിൽ നിന്ന് കൊണ്ടുവരും, തമിഴ്നാട്ടിലെ ആനകട്ടിയിൽ നിന്ന് മദ്യം കിട്ടും, ഇല്ലെങ്കിൽ മണ്ണാർക്കാട് നിന്ന് കൊണ്ടുവരും. ഇങ്ങനെയുള്ള ഈ ഏരിയയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവർ കുടിക്കും, കുടിക്കാതിരിക്കുകയില്ല. അവർ ലഹരിക്ക് ശരിക്കും പറഞ്ഞാൽ അടിമയാണ്. നമ്മൾ പറഞ്ഞാൽ അവർ ചെറിയ കുട്ടികൾ തൊട്ട് സ്ത്രീകളും പ്രായമായവരും ഒക്കെ ലഹരി. അങ്ങനെ സാറിൻ്റെ അനുഭവത്തിൽ എങ്ങനെയാണ് അവരുടെ ഒരു മദ്യപാന ശീലമാണ് അവർ? വാറ്റ് തന്നെയാണ്. വാറ്റ് തന്നെ. എവിടെ, ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് ഇത്? അത് വെള്ളമുള്ള ഏരിയയിൽ എന്ന് പറഞ്ഞാൽ, വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളച്ചോലകൾ വരുന്നുണ്ടല്ലോ, വെള്ളച്ചോല വരുന്ന ഉൾക്കാടുകളിൽ അവർ വാറ്റും. അവർ വാറ്റുന്നത് മിക്കവാറും ശർക്കരയുണ്ടല്ലോ, ശർക്കര മരത്തിൻ്റെ തോല് അതൊക്കെ വെട്ടിയിട്ടിട്ട് അത് പുളിപ്പിച്ചെടുത്തിട്ട് അമൃതാണ് ശരിക്കും അത് ഇട്ട് പുളിപ്പിക്കും. ഇപ്പം ഈ ഇരുള് ചടച്ചി അങ്ങനെയുള്ള മരങ്ങളുടെ ഒക്കെ തോല് വെട്ടിയെടുക്കും, എന്നിട്ടത് ചതയ്ക്കും. രീതിയിലായി ഔഷധ സസ്യങ്ങളായി ചതച്ചിട്ട് അവർ ഈ വാഷുണ്ടാക്കും. വാഷ് എന്ന് പറഞ്ഞാൽ ഈ കോട ഇത് ശർക്കരയിട്ട് പുളിപ്പിച്ചിട്ട് ഇത് ഇട്ടിട്ട് പുളിച്ച് കഴിയുമ്പം അത് വാറ്റിയെടുക്കാൻ ധാരാളം വെള്ളം വേണം. അങ്ങനെ വെള്ളം ഓസ് വഴി കൊണ്ടുവന്നിട്ട് അവർ തണുപ്പിച്ചിട്ട് വാറ്റിയെടുക്കും. ഇതിന് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല? ഒന്നുമില്ല, ഒരിടത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. കുട്ടികൾ അത് മിക്കവാറും ഇപ്പം വാറ്റാൻ പോകാൻ ഞാൻ പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടിരിക്കുന്ന ആൾക്കാർ അവർ സ്ത്രീയും ഉണ്ടാവും പുരുഷനും ഉണ്ടാവും. വാറ്റാൻ പോകുന്നിടത്തും ഉണ്ടാവും, വാറ്റുമ്പോഴും ഉണ്ടാവും. ഇതെന്താണ് നമ്മൾ ചെയ്യുന്നത്? കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഞങ്ങൾ നശിപ്പിച്ചു പോരുകയുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഇവർ പൊതുവെ ഉണ്ടല്ലോ, നമ്മളൊരു കേസ് ചാർജ് ചെയ്താലും വലിയ കാര്യമൊന്നുമില്ല. ഇവർക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം അവർ ആദിവാസികളെന്നുള്ള പ്രത്യേക കൺസിഡറേഷൻ വെച്ചിട്ട് കൊടുക്കാറില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന അവർക്ക് ഒരു ശിക്ഷ കോടതിയിൽ നിന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ അവന്മാരെ പിടിച്ചു കൊണ്ടുവന്നാലുണ്ടല്ലോ, ശിക്ഷ നടക്കില്ല,
അവരുടെ വരികയില്ല. കേസുകളൊക്കെ കുറച്ച് കാലതാമസം കാലതാമസം പിടിക്കും. വനം വകുപ്പിൻ്റെ പൊതുവെയുള്ള കേസുകളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടതിൽ ശിക്ഷ കിട്ടുന്ന അത്ര എവിഡൻസ് ആയിട്ട് പറയുന്ന ഇത് മാത്രമേ ഉള്ളൂ. അല്ലാത്തതൊന്നും കുറച്ചാൾ കോടതി കയറി ഇറങ്ങി നടക്കും. കോടതി കയറി ഇറങ്ങും. ഒരു 3-4 വർഷം കോടതി കയറി ഇറങ്ങി നടക്കും. അത് തന്നെ ശിക്ഷയുള്ളൂ അവർക്ക്. അത് ഈ ഒഫൻസ് നടത്തുന്നവർക്കും അറിയാം, ഒഫീഷ്യൽസിനും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അല്ലാതെ വലിയൊരു ഇതൊന്നും ഞാൻ അതിനകത്ത് കാണുന്നില്ല.